എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കടാതി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. ഇവിടുന്ന് വലത്തോട്ട് എറണാകുളം ഏരിയയാണ്. വളരെ പ്രധാനപ്പെട്ട, അതായത് നമുക്ക് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉദ്യാനത്തിനാണ് വന്നിരിക്കുന്നത്. ഇവിടെ കാണുന്ന വൃക്ഷങ്ങളൊക്കെ നമ്മളെ ഒന്നിനൊന്ന് അത്ഭുതപ്പെടുത്തുന്ന വൃക്ഷങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്ത് കൂടെയുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് ജെറി. അപ്പോൾ ഇത് ഇപ്പം എല്ലാവരും കാണുന്നത് നമ്മളെ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് ഗാർഡൻ സെൻ്ററാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴ കടാതിയിലാണ് നമ്മുടെ എക്സ്പീരിയൻസ് സെൻറ്റർ വരുന്നത്. നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് ഇതൊരു ഗാർഡൻ സെൻ്ററാണ്. അതായത് ഓൾ ഐറ്റംസ് ഉണ്ട്. അതായത് പുറത്ത് ഇമ്പോർട്ട് വരുന്ന ബോൺസായി ട്രീകൾ, അതുപോലെ ഇൻഡോർ വയ്ക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ചെടികൾ, അതുപോലെ അതിന് പറ്റിയ ചട്ടികൾ, ഗാർഡൻ ആക്സസറി, ഗാർഡൻ ലൈറ്റ്സ്, ഗാർഡൻ ഫർണിച്ചർ, അങ്ങനെ ഇപ്പോൾ ഒരു ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. ഇതൊരു നഴ്സറി അല്ല, ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. ഇവിടെ നമുക്ക് പല രാജ്യത്തു നിന്ന്, അതായത് ചൈനയുണ്ട്, തായ്ലൻഡ്, അങ്ങനെ എല്ലാ രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസാണ് കൂടുതൽ നമ്മളിവിടെ ഉള്ളത്. അതുപോലെ നമ്മുടെ ഫാമിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഇന്ത്യയുടെ പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. കൂടുതലും വലിയ വലിയ ട്രീകൾ, അങ്ങനെ ട്രീയുടെ ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ ട്രീകൾ, അതായത് വളരെ ഏജ്ഡ് ആയിട്ടുള്ള വർഷങ്ങൾ പഴക്കമുള്ള ചെടികൾ, അതുപോലെ അതിന് പറ്റിയ എല്ലാ ടൈപ്പ് തരത്തിലുള്ള ചെടികൾക്ക് പറ്റിയ ചട്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. അതിന് നമുക്ക് വലിയ ഷോറൂം ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ ചെടികൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പോളി ഹൗസസ് ഉണ്ട്. പിന്നെ ഔട്ട്ഡോർ ഏരിയ നമുക്കിവിടെ 2 ഏക്കറിൽ നമുക്ക് ഔട്ട്ഡോർ ഡിസ്പ്ലേ ഉണ്ട്. അതായത് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സുകൾ, അതുപോലെ വലിയ ബോൺസായി ട്രീകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ബാലൻസ് നിങ്ങൾക്ക് ചേട്ടൻ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ അത് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതാണ്. കാരണം നമുക്ക് മെയിനായിട്ട് നമ്മൾ ഹോൾസെയിൽ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതായത് നഴ്സറികൾക്ക്, അതുപോലെ ഓൾ ഇന്ത്യ സർവീസാണ്. നമുക്ക് ഓൾ ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹി മുതൽ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് വലിയ ട്രീകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് എത്തിച്ചു കൊടുക്കാം. ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കും. നമ്മൾ ഓൺലൈൻ കൊറിയർ സർവീസ് ഒന്നുമല്ല, ഡയറക്റ്റ് വണ്ടി അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഓൺലൈൻ സെയിൽ നമുക്കില്ല. കാരണം ഇത് ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് അല്ല നമ്മുടെ കയ്യിലുള്ളത്. ഏത് ഇപ്പോൾ ഡൽഹി വരെ നമ്മൾ ഷിപ്മെന്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ലൈവില് ഇപ്പോൾ ഒരാൾ ഓൾറെഡി ലൈവിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് ട്രീ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇവിടുന്ന് വണ്ടി അറേഞ്ച്, നമുക്ക് ഡൽഹിയിൽ നിന്ന് പോലെ ഇവിടെ കസ്റ്റമർ ഡയറക്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു ട്രക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ലോഡ് ചെയ്ത് സേഫായിട്ട് ലോഡ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ എല്ലാ കൂടുതലും വലിയ ട്രീ ടൈപ്പ് ആയതുകൊണ്ട് നമുക്കങ്ങനെ പാക്ക് ചെയ്ത് അയക്കാൻ അങ്ങനത്തെ ഒന്നും പോസിബിൾ അല്ല. പിന്നെ നമ്മൾ കേരളത്തിലെ മിക്ക നഴ്സറിക്കാർക്കും നമുക്ക് അതുപോലെ ഗാർഡൻ സെൻറ്റർ, ഇപ്പോൾ പോട്ട്സ് എല്ലാം നമ്മൾ ഹോൾസെയിൽ ബിസിനസ്സാണ് നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന റീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുന്നത് ഇപ്പോൾ 9 വർഷമായി. 9 വർഷത്തോളം ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിലെ കണ്ടിട്ടുണ്ടാകും ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് എന്നുള്ള നമുക്ക് പേജസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളതാണ്. എല്ലാവരും തന്നെ കാണുന്നു ഇതാണ്. അതിനകത്ത് നോക്കിയാൽ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ചേട്ടൻ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഗാർഡനെ കുറിച്ച് നോക്കി ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? ഒരു 40-45 ഇയേഴ്സ് ഓൾഡാണ്. അതായത് 40 വർഷം പഴക്കമുള്ള ഒരു ട്രീ ആണ്. ഇത് ഇതിന്റെ പേരെന്താ ഈ ട്രീയുടെ? ഫൈക്കസ് മൈക്രോകാർപ്പ ബോൺസൈ എന്നാണ് ഇതിനെ പറയുന്നത്. ഫൈക്കസ് മൈക്രോകാർപ്പ ബോൺസൈ എന്നാണ് ഈ ട്രീയുടെ പേര്. അതായത് വേരുകളെല്ലാം മണ്ണിലേക്ക് ഇറങ്ങി വളരെ ഭംഗിയായിട്ട് തിട്ടപ്പെടുത്തിയതെല്ലാം റൂട്ടെല്ലാം കട്ട് ചെയ്ത് പെറുക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരൻ എങ്ങനെ കല്ലിൽ കൊത്തി, അതായത് ഒരു കരിങ്കല്ലിൽ കൊത്തി എങ്ങനെ പ്രതിമ ഉണ്ടാക്കാനാണ്, ഒരു ശില്പി എങ്ങനെ ഉണ്ടാക്കാനുള്ള ആ ഒരു ചാതുര്യമായിട്ട് ഓരോരുത്തർക്കും പല രീതിയിലുള്ള കഴിവാണ്. ചിലവർക്ക് പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്, ചിലവർക്ക് പാട്ട് പാടാനുണ്ട്, ചിലവർക്ക് കവിത എഴുതാനുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെയുള്ള ട്രീകൾ അത് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ നടന്ന് ആദ്യം ഇത് നടുമ്പം തന്നെ തീരുമാനിക്കുന്നത് എങ്ങനെയുള്ളൊരു ചെടിയാണ് പ്ലാന്റ് ചെയ്യേണ്ടതെന്ന്. അത് കഴിഞ്ഞിട്ട് 1 by 1 ആയിട്ട് അതിൻ്റെ അല്ലേ, അങ്ങനെയല്ലേ, 1 by 1 ആയിട്ട് അതിൻ്റെ പ്രവൃത്തിയിൽ ഏർപ്പെടും. ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? മോർ ദാൻ 40 ഇയേഴ്സ് ഓൾഡ്. 40. ഇതിന് 40 വർഷത്തെ പഴക്കമുണ്ട്. ഇതേതാ ഇതിൻ്റെ ഈ ട്രീയുടെ പേര്? ലോറ പെറ്റിലം ബോൾസ് അല്ലേ? ഇതിന്റെ ചെറിയ തൈയൊക്കെ നമുക്ക് നോർമലി കാണാൻ പറ്റും. അതെല്ലേ? ഈ ചോട്ടിക്കൂടെ നട്ടാക്കുന്നോ? ഇത് വരുമ്പോൾ ഈ ചോട്ടിക്കൂടെ നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി മോട്ടോഗ്രാസ് ആണ് യൂസ് ചെയ്തത്. മോട്ടോഗ്രാസ്. ഇത് വരുമ്പോൾ പോഡോകാർപ്പസ് എന്നാണ് ഇതിന്റെ പേര്. പോഡോകാർപ്പസ്. ഓക്കെ. പോഡോകാർപ്പസിന്റെ ബോൾ ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ തന്നെ കോൺ ഷേപ്പ് പല ഷേപ്പിലും പല ആകൃതിയിൽ ചെയ്യാല്ലേ? ഇത് വരുമ്പോൾ ഇതിന് ഏകദേശം ഒരു 10-15 കൊല്ലം പഴക്കമുള്ള. അതെല്ലേ? ഇതിനകത്തൊരു ടൈപ്പ് ഫ്രൂട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി അറിയാം. പോഡോകാർപ്പസ് ഫ്രൂട്ട് കഴിക്കാം, എഡിബിൾ ആണ്, കഴിക്കാം എന്ന് പറഞ്ഞാൽ വലിയ സൈസിലല്ല, ചെറിയൊരു മുന്തിരി പോലത്തെ ഒരു ചെറിയ സൈസിലാണ് അത്. അതെല്ലേ? ഇത് നമ്മൾ സാധാ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ നടാം, അല്ലാതെ പോട്ടിലും നടാം. അതെ, മണ്ണിലൊക്കെ ക്ലൈമറ്റിനൊക്കെ ഓക്കെയാണ്. അതെ, നമ്മുടെ ക്ലൈമറ്റ് ഓക്കെയാണ്. അല്ലേ സുഹൃത്തുക്കളെ, നമുക്ക് പറമ്പിലാണ് ഇത് കൃഷി ചെയ്യാവുന്ന ഒരു ടൈപ്പാണ് ഇത്. നമുക്ക് പറമ്പിക്കൂടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് ഫ്രൂട്ട് മുന്തിരിയുടെ അത്ര വലിപ്പമുണ്ടല്ലേ? അത്ര വലിപ്പം. ഓക്കെ.
ആദ്യം കണ്ട സെയിം അതിന്റെ തന്നെ വേറൊരു ഷേപ്പിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. അതല്ലേ, ഇത് വരുമ്പോഴും ചൈനയിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഇത് ചൈനയിൽ നിന്ന് എങ്ങനെ ഇത് ഇറക്കുമതി ചെയ്തെങ്ങനെയാണ്? ഇത് നമ്മൾ കണ്ടെയ്നറിന്റെ ഷിപ്പിലാണ് പോകുന്നത്. അതായത് ചൈനയിൽ നിന്ന് കണ്ടെയ്നർ ഷിപ്പിലാണ് ഇത് ഇറക്കുമതി ചെയ്യുന്നത്. ഇത് അതിലും വർഷം ഉണ്ടെന്ന് തോന്നുന്നു, ഒരു 50-55 കൊല്ലം പഴക്കമുള്ള. അതിലും കൂടുതൽ പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് ഒക്കെ ഏകദേശം ഒരു 4 മീറ്റർ ഹൈറ്റ് വരുന്നു. 4 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരാൾ നിൽക്കുമ്പോൾ ജസ്റ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ ജസ്റ്റിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിയേരം ഒന്ന് കാണിച്ചു തരാം. അത് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ. ഇത് ഒരു പുനഃസൃഷ്ടിയാണ്. അതായത് വൃക്ഷത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചല്ല ഇത്, അതായത് ഇത് മേക്ക് ചെയ്ത ആ കലാകാരൻ്റെ കഴിവനുസരിച്ചാണ് ഇത് ചെയ്താക്കുന്നത്. ഇതും അതിൻ്റെ തന്നെ വേറൊരു പോർഷനാണ്. ഇതൊരു 10-30 കൊല്ലത്തിന് ഉണ്ടെന്നല്ലേ, അറൗണ്ട് 30 years old. ഇതും ആ ഒരു മോഡൽ, അതിൻ്റെ തന്നെ വേറൊരു മോഡലാണിത്. ഇത് നനയൊക്കെ എങ്ങനെയാന്നേ? നമ്മൾ ഇതിനെ ഡെയിലി വാട്ടർ ചെയ്യും. എല്ലാ ദിവസവും ഒരു നേരം അല്ലേ? ഡെയിലി മോർണിംഗ് വാട്ടർ ചെയ്യുമ്പോൾ നല്ല പോലെ വാട്ടർ ചെയ്യും. താനിപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി ഭയങ്കര ചൂടാണ്. അതെല്ലേ, വാട്ടർ ഇലയിലേക്ക് നനച്ച് കൊടുക്കുമോ? ഇലയിലൊക്കെ നനച്ചു കൊടുക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നമ്മൾ എവരി 2 month കൂടുമ്പോൾ ഒന്ന് റൂം ചെയ്തു നമ്മൾ ഷേപ്പ് ചെയ്ത് കുരുവികളൊക്കെ വന്ന് ഇങ്ങനെ പിന്നെ എല്ലാ പ്ലാന്റിനും അതല്ലേ, കാരണം പക്ഷികളൊക്കെ വന്ന് ഇരിക്കാനൊക്കെ നല്ല ഒരു ഉൾത്താവളം പോലെയാണ്. എല്ലാ പ്ലാന്റ്സിനും തന്നെ ഉണ്ട്. അതല്ലേ, ഇത് ഏതാ ടൈപ്പ്? ഇത് വരുമ്പോൾ ഇത് വേറെ മോഡൽ. ലെഗസ്റ്റോമിയ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരൊക്കെ കാണുന്ന ലെഗസ്റ്റോമിയ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഉണ്ടാവും അല്ലേ? ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ട്രീ ആണ്. അതിന് തന്നെ നമ്മൾ ഇത് ഒരു പ്ലാന്റ് അല്ല, ഏകദേശം ഒരു 30-35 പ്ലാന്റ് ഇങ്ങനെ ബ്രീഡ് ചെയ്തെടുത്തു. അത് സുഹൃത്തുക്കളെ, അതായത് ഈ പ്ലാന്റ് ചോട്ടിലിങ്ങനെ ചൂല് പോലെ അകത്തി ഇങ്ങനെ സ്റ്റമ്പ് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് മുളപ്പിച്ചിട്ട് ബിൽഡ് ചെയ്ത് കമ്പി ഇട്ട് ബിൽഡ് ചെയ്ത സംഭവം, അതായത് ഒരു സ്തൂപം പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ പല ഷേപ്പും ഉണ്ട്, പല ഷേപ്പിലുണ്ട്. ഇത് കാണിച്ചു തരാം കേട്ടോ. ഡേറ്റ് ഫാമാണ്. ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? ഏകദേശം ഒരു 5 to 6. അത് 5-6 വർഷം പഴക്കമുള്ളതാണിത്. ഇത് നമ്മൾ നോർമലി കാണുന്ന പോലെ തന്നെ ഡേറ്റ് ഫാം. ഇതിനെക്കുറിച്ച് പറഞ്ഞേ മോനെ. ഇത് വരുമ്പോൾ മാൽപീജിയ എന്ന് പറഞ്ഞ പ്ലാന്റിനെ ഉള്ളിൽ കമ്പി വെച്ച് ആ ഒരു ഷേപ്പിൽ ബ്രീഡ് ചെയ്തെടുക്കണം. മാൽപീജിയ എന്ന് പറഞ്ഞ ഒരു ചെടിയാണിത്. ഇതുപോലെ തന്നെ കമ്പി വെച്ചിട്ട് സംഭവം ഷേപ്പ് ചെയ്താക്കുന്നതാണ്. ഇതെല്ലാം ഈ കാണിക്കുന്ന എല്ലാ പ്ലാന്റും കൊടുക്കാനുള്ള കേട്ടോ. എല്ലാവർക്കും ഇവിടെ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഗാർഡൻ സെറ്റിങ്ങിനൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ചെടികളാണ്. ഫൈക്കസ് ആണിത്. ഫൈക്കസിൻ്റെ ഇത് നമ്മൾ ഓരോ ഒറ്റ ചെടിയല്ല, ഒരു 24 ചെടി, അതായത് 24 ചെടി. അതായത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 3 ചെടികൾ വെച്ച് ഇതിൻ്റെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതനുസരിച്ച് അത് മെടഞ്ഞ് ഉണ്ടാക്കിയാക്കുന്നതാണ്. ഇത് ഭയങ്കര ആർട്ടിക്കിളാണിത്. ഇതിൻ്റെ പുനഃസൃഷ്ടി, ഇതിൻ്റെ കലാകാരനൊക്കെ എന്താണെന്ന് നമിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. നിസ്സാരമായിട്ട് പറയാൻ പറ്റത്തില്ല അല്ലേ മോനെ? നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്. ഇത് സാധാരണ നമ്മൾ മണ്ണിൽ വളരും. ഇത് സാധാരണ മണ്ണിലും വളരും. പിന്നെ ഫോർഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് നല്ല സിറ്റ് ഔട്ട് അങ്ങനത്തെ നമ്മൾ ഇതേന്ന് കട്ട് ചെയ്യുന്ന സ്റ്റമ്പ് നമുക്ക് വീണ്ടും കുഴിച്ചിടാൻ പറ്റുമോ? അങ്ങനെ കുഴിച്ചിടാൻ പറ്റില്ല, അങ്ങനെ പിടിക്കത്തില്ല. ശരിക്കും കട്ട് ചെയ്ത് ബ്രൂം ചെയ്ത് നിർത്താം. ഈ ഒരു ഷേപ്പ് തന്നെ നിർത്താം. ഇത് നമ്മൾ ഇതിന്റെ ഏരം മണ്ണിൽ കുഴിച്ചിട്ട് പിടിക്കല്ലേ? അങ്ങനെ പിടിക്കാൻ സാധ്യത കുറവാ അല്ലേ? ഇതൊക്കെ ഇമ്പോർട്ടഡ് ഐറ്റം ആണത്. ഇത് നമ്മുടെ ഇന്ത്യൻ തന്നെ പ്രൊഡക്റ്റ്. ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് തന്നെയാണ്. ആദ്യം എടുത്ത ചെടിയുടെ തന്നെയല്ലേ ഇത്? ആദ്യം എടുത്ത ചെടിയുടെ ചെറിയ സൈസ്. അതെല്ലേ, ആദ്യം പല സൈസിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ചെറുത് കൊണ്ടുവച്ചാൽ നമുക്ക് ഒരിക്കലും വലിയ സൈസിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ സൈസിൽ വെച്ചാൽ ഇതുപോലെ തന്നെ ബുഷായിട്ട് നിൽക്കും. വലിയതെന്ന് പറഞ്ഞാൽ അത്ര ഇയേഴ്സ് ഓൾഡ് ആണല്ലോ. അപ്പൊ അത്ര ഇയേഴ്സ് സെറ്റ് ചെയ്ത് എടുക്കണതാണ്. ഇതൊരു 5 വർഷമൊക്കെ പഴക്കമുണ്ട്. 5 വർഷം പഴക്കമുണ്ട്. ടെർമിനാലിയ എന്ന് പറഞ്ഞ ചെടിയുടെ ഒരു ബ്രീഡാണിത്. ഇതുപോലെ തന്നെ ആദ്യം കണ്ടില്ലേ, ഇത് വേറെ രീതിയിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് റൗണ്ടിലാണ് ഇത് എർത്തിലേക്ക് ഈ സ്റ്റിക്ക് കുത്തി നിർത്തിയാക്കുന്നത്. അങ്ങനെ സംഭവം പ്ലാന്റ് ചെയ്ത് ഇത് പൂ ഉണ്ടാവില്ലേ? ഇതിൽ ഫ്ലവർ ഉണ്ടാകത്തില്ല അല്ലേ? ഇത് വേറെ മോഡലാണ്. ആദ്യം കണ്ടത് തന്നെയാണല്ലോ. പിന്നെ അതെടുക്കും. ഇത് നമ്മൾ അവിടെ കണ്ടതിൻ്റെ ഫോളോ കാർപ്പസ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല. ഇത് ആദ്യം കണ്ട ചെടിയുടെ തന്നെ കുറച്ചുകൂടെ വലിയ ടൈപ്പാണ്. ഇതേ ഫ്രൂട്ട് ഉണ്ടാകുന്ന പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അതായത് ഒരു വലിയൊരു പാത്രത്തിൻ്റെ ആകൃതിയിൽ സംഭവം ഇങ്ങനെ ചെയ്താക്കുന്നതാണ്. നന്നായി. ഇത് ആദ്യം കണ്ട തന്നെ ഫൈക്കസിൻ്റെ ഇനം തന്നെയാണിത്. ഇതിൻ്റെ ചോട്ടിൽ ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് വന്നേ. ദൂരേന്ന് നോക്കുന്ന പോലെയല്ല, അടുത്ത് വന്ന് കാണുമ്പോൾ ഇതിൻ്റെ വർണ്ണക്കാഴ്ച എന്ന് പറയുന്നത് നമ്മളൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. അതിൻ്റെ വർക്ക് കാര്യങ്ങൾ, അതിൻ്റെ കട്ടിങ്സ് കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നോടെ കാണിച്ചത്. ഓരോ ചെടി പല ചെടികളും പല രീതിയിലല്ല വളർത്തിയേക്കുന്നത്. ഇത് തന്നെ ഇത് ഫൈക്കസിൻ്റെ തന്നെ അല്ലേ? ഇത് ഫൈക്കസിൻ്റെ തന്നെയാണ്. വേറെ രീതിയിൽ അത് മെടഞ്ഞ് വന്നാക്കുന്നത്. ഈ ചെടീനെ കൊണ്ട് തന്നെ മെടഞ്ഞ് അങ്ങനെ
പല ഷേപ്പിൽ. അതിൻ്റെ തന്നെ ചെറിയൊരു പ്ലാന്റാണിത്. ഇതാണ് സ്റ്റാർട്ടിങ് ഒരു സൈസൊക്കെ ഇത് സ്റ്റാർട്ടിങ് സൈസ് ഇതാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും ചെറിയ അല്ലേ ചെറിയ പോർഷനാണിത്. ഇതിൽ നിന്നാണ് വലിയ വലിയ ചെടികളിലേക്ക് ഇതിൽ നിന്ന് ഗ്രോത്ത് ആയി വരും അല്ലേ കാലക്രമേണ. നമുക്ക് ഈ ചെറുത് വെച്ച് ഇതുപോലെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അതെ, ഇത് സൈസ് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ബുഷായി വന്നപ്പോൾ ലീഫൊക്കെ കട്ട് ചെയ്ത് നിർത്താൻ പറ്റും. കട്ട് ചെയ്ത് നിർത്താൻ പറ്റും അല്ലേ. സുഹൃത്തുക്കളെ മരമുല്ലിയാണിത്. ഇതിന് പൂ ഉണ്ടാവുമോ? ഇതിലൊരു മഞ്ഞ ടൈപ്പ് ഫ്ലവർ ഉണ്ടാവും. അതെ അല്ലേ. ഇത് എത്ര 2 വർഷം പഴക്കമുണ്ടോ? ഇതൊരു 3-4 കൊല്ലം 3-4 കൊല്ലം പഴക്കമുള്ള ഒരു മരമുല്ലിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വലിയ ടൈപ്പ് ഉണ്ടോ അവിടെ? ഇതാണ് മാക്സ് സൈസ് ഇപ്പോൾ വന്നത്. അതെ അല്ലേ, ഒരു ടോപ്പ് സൈസ് അല്ലേ ഇത്? ഇത് ഈ ഇതൊക്കെ എങ്ങനെയാണ്? ഇത് പാത്രങ്ങളെ കുറിച്ച് പറയുമോ? ഇത് വരുമ്പോൾ നമുക്ക് പല സൈസിലാവില്ല. സെറാമിക്, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ സെറാമിക്, പോളിമർ. ഇത് വിയറ്റ്നാമിൽ നിന്ന് വരുന്ന ഇതാണ് ആദ്യം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വിയറ്റ്നാമിൽ നിന്ന് തന്നെ. അതായത് സെറാമിക് ആയിട്ടുള്ള ബാക്കിയത് ഈ ഐറ്റം ഇമ്പോർട്ടഡ് ഐറ്റമാണ്. ഇത് പൂച്ചെടി നടാനായിട്ടുള്ള പോട്ട്സാണ്. ആൻറ്റിക് തിങ്സ് വരുന്നത് വിയറ്റ്നാമിൽ നിന്നുള്ള ക്ലേ ആണ്. ആ ക്ലേയിൽ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അതിനകത്ത് ഡബിൾ ലെയർ കോട്ടിംഗ് ഒക്കെ വന്ന് ഇത് വരുമ്പോൾ ഭയങ്കര റയറാണ്. ആൻറ്റിക് തിങ്സിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പോട്ട്സാണ്. ഇതിനങ്ങനെ പെട്ടെന്ന് ഡാമേജ് അങ്ങനെ സംഭവങ്ങളൊന്നും അങ്ങനെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പക്ക ഔട്ട്ഡോർ കളർ ഫീഡിങ് കാര്യങ്ങൾ. ഇതിൻ്റെ വലിയൊരു ടൈപ്പ് ഉണ്ട്. വീഡിയോ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഇതിൽ ഇങ്ങനെ എന്താ ഇതിൻ്റെ തന്നെ വാട്ടർ ഫൗണ്ടനും വരുന്നുണ്ട്. വാട്ടർ ഫൗണ്ടൻ വരുന്നുണ്ട് അല്ലേ? ആ വാട്ടർ ഫൗണ്ടനാണ് അവിടെ നമ്മൾ ഫ്രണ്ടിലിരിക്കുന്നത്. വലിയ ബോൺസായി. ഇത് നമ്മുടെ നാട്ടിലെ കടലാസ് റോസയല്ലേ, അതിൻ്റെ ബോൺസായി ആണ് അല്ലേ? ഏകദേശം ഒരു 20-25 ഇയേഴ്സ് പ്ലസ് ഓൾഡുള്ള പ്ലാന്റാണ്. 25 വർഷം പഴക്കമുള്ള പ്ലാന്റാണിത്. നമുക്ക് സ്റ്റമ്പ് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതിനെ നമ്മൾ ആ ബോൾ ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്തി എടുത്തായിരുന്നു. അതെ അല്ലേ? സുഹൃത്തുക്കളെ, ഫൈക്കസിൻ്റെ നൂഡ എന്ന് പറഞ്ഞ ടൈപ്പാണിത്. ഇത് ചെറിയ ചെറിയ ഫ്രൂട്ട്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കഴിക്കാനൊന്നും കൊള്ളത്തില്ല. ഇത് എത്ര വർഷം പഴക്കമുണ്ട്? ഇത് ഏകദേശം ഒരു 10 to 12 ആ ഒരു ഇയേഴ്സാണ്. 10 വർഷം പഴക്കമുള്ളതാണത്. ഇതിന് പല സൈസിലും ഇതെന്നാ ടൈപ്പ്? അവൈലബിൾ ആണ്. ഈ സംഭവം ഇത് വരുമ്പോൾ ക്യാറ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ മറ്റേ മഞ്ഞ കോളാമ്പി പോലത്തെ ഫ്ലവർ ഉണ്ടാവില്ല, അതാണ് അത്. നമുക്ക് ഈ ക്രീപ്പർ പോലെ വലിയ മതിലേക്കൂടെ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന മോഡൽ. സുഹൃത്തുക്കളെ, ഇത് ഗോൾഡൻ ചെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രീ ആണ്. ഇത് ഒരു 4 വർഷം 4-5 വർഷം പഴക്കമുണ്ട്. മജന്ത കളറാണ് ഇതിൻ്റെ തന്നെ. സുഹൃത്തുക്കളെ, ഇത് ഞാൻ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആയിട്ടായിരുന്നു ഇട്ടിരുന്നത്. ഇരപിടിയൻ ചെടി എന്ന് പറയും പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പിച്ചർ പ്ലാന്റ്. അത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഡ്പദങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു വാ പോലെയുള്ള സംഭവങ്ങളുണ്ട്. ഇത് ഈ കാണുന്നത് ജസ്റ്റ് അടുപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഷഡ്പദങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ചെടി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്തേക്കാകും. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് ഈ സംഭവങ്ങൾ ഈ ഇരകളെ തിന്നാണ് ഈ ചെടി ജീവിക്കുന്നതെന്ന് പറയാം. വേറെ കൂടുതൽ ഇതിന് ചോട്ടിലൊഴിച്ചു കൊടുക്കുന്ന വെള്ളത്തെക്കാളും കൂടുതൽ ഇതിൻ്റെ അകത്ത് ഈ ചെടി അല്ലേ, ഇതിൻ്റെ അകത്ത് ഇരപിടിയും ചെടി ഇതിൻ്റെ അകത്ത് വന്ന് ചാടുന്ന പ്രാണികൾ തിന്നാണ് ഈ ചെടിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഇതിന് അത്ര ഇയേഴ്സ് ഓൾഡൊന്നുമില്ല. നോർമലി നമ്മൾ അതൊരു 5-6 മാസമൊക്കെ പ്രായമുള്ളൂ ഇത് ഈ ചെടികൾക്ക്. ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൊടുക്കാനുള്ള കേട്ടോ. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികളാണ്. പുറത്തുനിന്ന് ചൈനയിൽ നിന്ന് ഇത് ഇറക്കുമതി ചെയ്യുന്ന ചെടികളാണിത്. ഈ ഒരു മോഡലാണ് റെഡ് ഫ്ലവർ. എർത്ത് റീന കൃഷ്ണകറി എന്ന് പറഞ്ഞ ടൈപ്പ് ട്രീ ആണിത്. അഡീനിയം ഗ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഫ്ലവർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സാധാരണ ഇതൊക്കെ നാട്ടിൽ റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. CC പ്ലാന്റ്. ഇത് CC പ്ലാന്റ് ആണ്. CC പ്ലാന്റ് ഇതെന്ന് പറഞ്ഞു എയർ പ്ലാന്റ് അല്ലേ? ഇത് എയർ പ്ലാന്റ്. ഇത് ഡ്രസീനയുടെ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. അത് വരുമ്പോൾ അത് അഗ്ലോണിമ. PC ലില്ലി. ഇത് വരുമ്പോൾ അഗ്ലോണിമയുടെ തന്നെ വേറൊരു വെറൈറ്റി ആണ്. ഇത് അഗ്ലോണിമയുടെ വേറെ ഒരു വെറൈറ്റി ആണ്. ഇത് മോനെ ഇത് അത് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ട CC പ്ലാന്റിന്റെ ഗ്രീൻ മോഡൽ. CC പ്ലാന്റ് ഗ്രീൻ മോഡലാണിത്. ഡ്രസീന. അതും അഗ്ലോണിമയുടെ വേറെ വെറൈറ്റി. ഓക്കെ. ഇത് അതും അഗ്ലോണിമയുടെ വേറെ വെറൈറ്റി. ഇത് അഗ്ലോണിമയുടെ വേറെ വെറൈറ്റിയാണ്. ഇത് ഫിലോഡെൻഡ്രോൺ കാറ്റഗറി. ഫിലോഡെൻഡ്രോൺ കാറ്റഗറി അല്ലേ? ആണ് ബ്രാസിയ എന്ന് പറഞ്ഞ ടൈപ്പാണ്. ഇത് ഫ്ലവർ ഉണ്ടാവുമോ? ഇതിൽ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ നല്ല ബുഷായിട്ട് ഇത് ഫ്ലവർ ഉണ്ടാകില്ലാത്ത ചെടിയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട CC പ്ലാന്റിന്റെ തന്നെ മദർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വലിയ സൈസിൽ വരുന്നതാണ്. അതെ അല്ലേ? ഇത് വരുമ്പോൾ ഫിലോഡെൻഡ്രോൺ സെല്ലം എന്നാണ് അതിനെ പറയുന്നത്.
പിന്നെ അത് വരുമ്പോൾ ഡ്രസ്സീന ഡ്രാക്കോ, ഇത് നമ്മൾ കാണാറില്ല, മറ്റേ മോൺസ്ട്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം അറിയാൻ പറ്റും. അതും ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റിയാണ്. ഇത് മോൺസ്ട്രയുടെ വേറൊരു ടൈപ്പാണ്, മണി പ്ലാന്റിൻ്റെ. അത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഡ്രസ്സീനയുടെ തന്നെ സിംഗിൾ സ്റ്റെമ്മ് വലിയ സൈസിൽ വരുന്നതാണ്. അതല്ലേ നേരത്തെ കണ്ട മോൺസ്ട്ര എന്ന് പറഞ്ഞ പ്ലാന്റിൽ അതിൻ്റെ തന്നെ ഏറ്റവും വലിയ സൈസ് മദർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത്. ഇതിപ്പോൾ ദാരാസിംഗ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ സൈസാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ ലീഫിന് നല്ല വിലയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ ഡെക്കറേഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പ്ലാന്റാണ് അത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിൻ്റെയൊക്കെ ബോൺസായി ചെയ്തിട്ട് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഡോറിലെ കൂട്ടിയാട് അങ്ങനത്തെ എല്ലാ ഏരിയയിലും ഫ്ലവർ ഉണ്ടാവുമോ? അതിൽ ഫ്ലവർ ഉണ്ടാവും. അത് അലോഗോസ് ചെയ്ത കിടക്കും. പിന്നെ താഴത്തേക്ക് ഇതോടെ ഒന്ന് പറയൂ. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കൂടെ കാണാറുണ്ടല്ലേ ഫിഡില്ലി ഫിഗ് എന്നാണ് അതിനെ. ഫിഡില്ലി ഫിഗ്. ഇത് നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് അല്ലേ? നല്ല ഹൈറ്റ് ആയിട്ട്, അതായത് വലിയ മുറിയിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് അല്ലേ? വെളിച്ചമൊക്കെ ഉള്ള ഏരിയയിൽ നല്ലപോലെ വെച്ച് കൊടുക്കണം. പരിക്കാത്തൊക്കെ വെക്കാം അല്ലേ? വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നല്ലപോലെ വെച്ച് കൊടുക്കണം. പിന്നെ ഡ്രാക്കോ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ തന്നെ 5 സ്റ്റെമ്മ് തന്നെ വലിയ ഹൈറ്റിൽ തന്നെ ഡ്രസ്സീന ട്രാക്കു. ഇത് ചൈനയിൽ നിന്ന് ഇറക്കുമ്പോൾ ചൈനയിൽ നിന്ന് നമ്മൾ ഷിപ്പിൽ അങ്ങനെ തന്നെ കൊണ്ടുവരണം. അതല്ലേ? ഇത് റബ്ബർ പ്ലാന്റിന് തന്നെ ബോൺസൈ ചെയ്തത്. റബ്ബർ പ്ലാന്റിന്റെ ബോൺസൈ ആണിത്. ഇതിന്റെ ഹൈറ്റ് ഹൈറ്റ് വരുമ്പോൾ ഒരു 6 ഫീറ്റ് ഒക്കെ ഹൈറ്റ് ഉണ്ട്. 6 മീറ്റർ 6 ഫീറ്റ്. ഓക്കെ. ചെടിയുടെ വേറൊരു പോഷനാണ്. ഇതൊരു 40 കൊല്ലം പഴക്കമുണ്ട്. ഒരു 30 ഇഞ്ച് 32 ഇഞ്ച് അടുത്ത് വണ്ണമുണ്ട്. ഇത് ചെടിയാണിത്. ട്രങ്ക് കാണുമ്പോൾ മനസ്സിലാവും. മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നാക്കുന്ന കാരണമാണത്. ചെടിച്ചട്ടികൾ കേട്ടോ. ഇവിടെ ഇതിൻ്റെ അകത്ത് എല്ലാം പ്ലാന്റ് ചെയ്തത് പല ആകൃതിയിൽ പല ഷേപ്പിലുള്ളതാണ്. ഈ ചെടിച്ചട്ടികളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണോ? ഇറക്കുമതി ചെയ്യുന്നത് അല്ലേ? പിന്നെ ആ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ പ്രോഡക്റ്റാണ്. ഈ ബ്രാൻഡ് നമ്മുടെയാണോ? ഈ ബ്രാൻഡ് ഈ ചെടിച്ചട്ടി ഇവരുടെ തന്നെയാണെന്നാണോ പറയുന്നത്? ബ്ലാക്ക് ബാമ്പു എന്ന് പറയുന്നത്. സുഹൃത്തുക്കൾ, ഇത് ബാമ്പു ആണ് കേട്ടോ. ബാമ്പു ടൈപ്പ്. അതായത് വീടുകളുടെ ഒക്കെ പറമ്പിന്റെ ഒക്കെ സൈഡിൽ കൂടെയും, അതായത് മതിലിന് പകരമായിട്ട് ഇങ്ങനെ ഇത് പ്ലാന്റ് ചെയ്യുന്നത് പോലെ. ഇത് മാൽപീജിയ പ്ലാന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം എടുത്തതിന്റെ വേറെ വലിയൊരു പോർഷൻ കേട്ടോ ഇത്. ഇത് ബോഗൺവില്ലയുടെ ആർച്ച് കേട്ടോ. ഇത് വളരെ കളർഫുള്ളാണ്. ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഫ്ലവർ കേട്ടോ ഇതിൻ്റെ അകത്ത്. ആരെയും ഒന്ന് ആകർഷിക്കും. ടെർമിനാലിയ ബെരിഹട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഐറ്റം. ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? അതിനൊക്കെ അറൗണ്ട് 5 ഇയേഴ്സ് പ്ലസ്. അതെ അല്ലേ? പല സൈസിൽ അവൈലബിൾ ആണ്. അതായത് നമുക്ക് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ്, ഏറ്റവും വലിയ സൈസാണ് ഇരിക്കുന്നത്. ഏറ്റവും വലിയ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ടെർമാനിയ ബെരിഹട്ട് അല്ലേ? ഇതേ ഇതേതാ ചെടി? അത് ഫൈക്കസിൻ്റെ തന്നെ ബോൺസായി ആണ്. ഇത് ഫൈക്കസിൻ്റെ തന്നെ വേറെ ടൈപ്പാട്ടോ. മറ്റേ ഇപ്പോൾ ആദ്യം കാണിച്ചില്ല മാൽപീജിയ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ തന്നെ ജിറാഫ് മോഡൽ. ഇത് നമുക്ക് പല ഷേപ്പിലുണ്ട്. ബോളുണ്ട്, കോണുണ്ട്, അതുപോലെ പല ആകൃതിയിൽ എലിഫന്റ്. ഇതിപ്പോൾ ജിറാഫ് മോഡൽ ചെയ്ത് വെച്ചേക്കുന്നത്. ജിറാഫ് മോഡൽ അല്ലേ? പ്ലാന്റ് നിക്കോട്ടിയ എന്ന് പറഞ്ഞ പ്ലാന്റാണിത്. ഇതിൽ ഫ്ലവർ ഉണ്ടാവും. ഇത് ഫ്ലവറും ഉണ്ടാവും. അതായത് ഒരു നല്ല ചാര കളറാണ്. നല്ല ലീഫോ കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട്. പച്ചപ്പും അല്ല, വേറൊരു തവിട്ട് കൂടിയൊരു കളറ്. ഇത് മിർച്ചിമേരി ഗ്രീൻ എന്ന് പറഞ്ഞ പാമാണ്. മിർച്ചിമേരി ഗ്രീൻ. ഇതിന് ഒത്തിരി തേനീച്ചകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതെ അല്ലേ? ഇതിങ്ങനെ നമുക്ക് ബോർഡർ പോലെയൊക്കെ നീളത്തിൽ ഇങ്ങനെ. അതെ അല്ലേ? പിന്നെ ചൂടോടെ ഉണ്ടോ? ഇങ്ങനെയാണ് വന്നെ നിറച്ച് കൊലയായിട്ട് ഇങ്ങനെ അയച്ചു കിടക്കുമായിരിക്കും അല്ലേ? അതിൻ്റെ തന്നെ വേറെ ടൈപ്പ്. അതെ അല്ലേ? ഫോക്സ് ടെയിൽ പാം എന്ന് പറയും. അതെ അല്ലേ? ഇത് ഫോക്സ് ടെയിൽ പാം അല്ലേ? ഫോക്സ് ടെയിൽ പാം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വീടുകളുടെ ഫ്രണ്ടിൽ ഗാർഡൻ സെറ്റിങ്സിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഒരു നിരയൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കുന്നത് അല്ലേ? ടെർമിനാലിയ വെരിയേറ്റർ ഷേപ്പിലെ പല ഹൈറ്റിലുള്ള ചെടികൾ ഇവിടെ അവൈലബിൾ ആണ്. ഗോൾഡൻ ബാമ്പു.
ഇതാണ് ഗോൾഡൻ ബാമ്പു. നമ്മുടെ നാട്ടിൽ കൂടെ അവൈലബിൾ ആണ്. എങ്കിൽ തന്നെ എങ്ങനെ വലിയ ഇല്ല കാര്യമായിട്ടില്ല താനും അല്ലേ? ഇത് ഹൈറ്റ് വെക്കുക. ഇത് നല്ല പോലെ ഹൈറ്റ് വെക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഹൈറ്റ് വെക്കുന്നത് ഇഷ്ടമുള്ള പോലെ കസ്റ്റമർ. പറമ്പിൻ്റെ അതിരൊക്കെ നടാനും പുഴയുടെ അരിക തോടിൻ്റെ അരികൊക്കെ ഇങ്ങനെയുള്ള പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. വഴിയുടെ അരികൊക്കെ ഏതാ മാൽപീജിയുടെ വേറൊരു പോർഷനാണിത്. ഇത് മൈല ഡെക്ക് ഡെക്ക് ചിറക് വിടർത്തിയിരിക്കുന്ന ഒരു പോർഷനാണ്. വേറെ ഇതിൻ്റെ വർക്കൊക്കെ ഒന്ന് കണ്ടേ പറ്റുള്ളൂ കേട്ടോ. അതാ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്ത കലാകാരനൊക്കെ എന്താണേലും നമിച്ചേ പറ്റത്തുള്ളൂ. ആൽബ എന്ന് പറഞ്ഞ ഒരു പുറത്തുനിന്നൊരു ഇമ്പോർട്ടഡ് പാമാണിത്. സെറീനോ എന്ന് പറഞ്ഞ ബ്രാൻഡ് അതെയല്ലേ? നമ്മൾ ചെയ്യുന്നതാണത് നമ്മുടെ ബ്രാൻഡാണ്. അതെയാ? ഇതിൻ്റെ പേരെന്നാ? അത് പോളിമറിൻ്റെ പോട്ടാണ്. പോളിമർ പോട്ടാണ് കേട്ടോ ഇത്. അതായത് നമുക്ക് എത്ര ഔട്ട്ഡോർ എത്ര വെയിലത്ത് ഏത് ക്ലൈമറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കളർ ഫെയ്ഡിങ്ങോ കാര്യങ്ങളോ ഡാമേജ് ആവലോ ഒന്നുമില്ല. എത്ര വലിയ മരം വേണമെങ്കിലും അതിനകത്ത് നടാൻ പറ്റും. അതെയല്ലേ? റൂട്ട് ഓടി പോട്ട് പൊട്ടും അങ്ങനെ ഒന്നുമില്ല. ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ? ഇതിപ്പോൾ കാണുമ്പോൾ അത് യൂസ് നോക്കാം. ആൾക്കാർ കാണുമ്പോൾ സ്റ്റോൺ ആണെന്ന് വിചാരിക്കും. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്. എത്ര വലിയ മരം വേണമെങ്കിലും നമുക്ക് കാണാം. സുഹൃത്തുക്കളെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. വലിയ സംഭവം വലിയ വെയിറ്റ് ഒന്നുമില്ല. എത്ര വലിയ നമ്മൾ ആദ്യം കണ്ട ഫൈക്കസിൻ്റെ തന്നെ വേറൊരു വർക്കാട്ടോ ഈ ഉണ്ടാക്കുന്നത്. സ്പൈഡർ ലില്ലി. ഇത് സ്പൈഡർ ലില്ലി ബോർഡർ പ്ലാന്റ് ആണ്. ബോർഡറിലൊക്കെ നമുക്ക് ഇങ്ങനെ കയ്യാലയുടെ അരികൂടെയും അതുപോലെ തന്നെ കെട്ടിൻ്റെ അരികൂടെ ഒക്കെ നടാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഇത്. ഇത് മൾട്ടിപ്ലസ് ബാമ്പു ആ ടൈപ്പാണ്. കെയിൻ ബാമ്പു. എന്തോ ബ്ലൂ കെയിൻ ബാമ്പു. ബ്ലൂ കെയിൻ ബാമ്പു. ആരെ അതിശയപ്പെടുത്തുന്ന ഒരു ട്രീ ആണിത്. ഒലിവ് ട്രീ എന്ന് പറയും. അതായത് ഇതിൻ്റെ ഒലിവ് ഓയിൽ ഉണ്ടാക്കുന്ന മരം അല്ലേ? ഇത് പ്രോസസ്സ് ചെയ്തെടുത്തിട്ടാണ് ഒലിവ് ഓയിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. 200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മരമായിട്ടത്. ഇതിന് ശരിക്കും മരണമില്ലാന്നാണ് പറയുന്നത്. അതെല്ലേ? ജെറുസലേമിൽ ഇതിനൊക്കെ ഒരു 2000 കൊല്ലം പഴക്കമുള്ള. ഇസ്രായേലിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ട്രീനെ കുറിച്ച് നന്നായിട്ട് അറിയാനായിട്ട് പറ്റിയത്. ഒരിക്കലും മരണമില്ല. അവിടെ തന്നെ 2000 കൊല്ലം പഴക്കമുള്ള ചെടികളും ഉണ്ട്. 2000-ലധികം വർഷമുള്ള ചെടികളും ഇസ്രായേലിൽ ഉണ്ടെന്നാണ് പറയുന്നത്, അവകാശപ്പെടുന്നത്. ഇത് പേരാൽ എന്ന് പറഞ്ഞ ഐറ്റമാണിത്. നമ്മുടെ നാട്ടിലുള്ള പേരാൽ തന്നെയാണ്. പക്ഷേ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇതുപോലെ ചെടിച്ചട്ടിക്കകത്ത് ആക്കിയാക്കുവാണ്. പാലിൻ്റെ ഒക്കെ നമുക്ക് റൂട്ട് അറിയാലോ. ഭയങ്കരമായിട്ട് റൂട്ട് ഓടും. നമുക്ക് ഈ പോട്ടിൽ തന്നെ എത്ര റൂട്ട് ഓടിയാലും പോട്ടിന് ഡാമേജ് ആവാതെ ആ പോട്ടിൽ തന്നെ ഇരുന്നോളും. ഇപ്പം തന്നെ ഒരു 5 കൊല്ലമായിട്ട് ഈ പോട്ടിൽ ഇരിക്കുന്നതാണ്. ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? ഇതിന് മോർ ദാൻ ഒരു 50 കൊല്ലമൊക്കെ പഴക്കമുള്ള പ്ലാന്റാണ്. 50 കൊല്ലം പഴക്കമുള്ള പ്ലാന്റ് ആട്ടോ ഇത്. ആ ചെടിയുടെ തന്നെ ഗ്രീനാണിത്. ഇവിടെ തന്നെ ഈ കമ്പനിക്കാർ തന്നെ പ്ലാന്റ് ചെയ്യുന്നതാണ്. സെറീനോ എന്ന് പറഞ്ഞ ആ കമ്പനിയുടെ തന്നെയാണ്. ഈ വീഡിയോയുടെ ആദ്യമേ ഇതിൻ്റെ ഓണർ ചേട്ടൻ പറഞ്ഞിരുന്നു, ഈ കമ്പനിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഐറ്റം തന്നെയാണ് ഇത്. ഈ ഐറ്റങ്ങളെല്ലാം ഈ കാണുന്ന ചെടിച്ചട്ടി അതുപോലെ ഈ കാണുന്ന ഐറ്റങ്ങളെല്ലാം ഇവിടെ തന്നെ ഇവർ തന്നെ ഇവിടെ മേക്ക് ചെയ്യുന്നതാണ്. ഈ കേരളം മൊത്തം ഇതിൻ്റെ എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. ഇത് കടലാസ് റോസയുടെ തന്നെ ബൊഗൺവില്ലയുടെ തന്നെ വലിയ പ്ലാന്റാണിത്. വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ട്രീ ആണ്. ആരും ഉണ്ടായാലും മേടിക്കട്ടോ. ഇത് നമ്മൾ ആദ്യം കണ്ട ആൽബ എന്ന് പറഞ്ഞ പാമ്പിൻ്റെ അതിൻ്റെ കുറച്ചുകൂടെ വലിയ പോർഷനാണിത്. 30-40 കൊല്ലം പഴക്കമുള്ളൊരു പ്ലാന്റ് ആട്ടോ ഇത്.
ഇതെല്ലാം കൊടുക്കാനുള്ളത്, ഈ കാണിച്ച പ്ലാന്റ് എല്ലാം കൊടുക്കാനുള്ള കേട്ടോ. ഗോൾഡൻ ബാമ്പുവിൻ്റെ ഏറ്റവും വലിയ പോർഷനാണിത്. അത് നമ്മൾ ഈ പോട്ടിലാണ് സെറ്റ് ചെയ്തത്. ഈ പോട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് വേലി നമ്മുടെ പറമ്പിൻ്റെ അരിയിൽ കൂടെയും അതുപോലെ മതിലിൻ്റെ അരിയിൽ കൂടെയും അതിർത്തിയുടെ അരിയിൽ കൂടെയൊക്കെ നടുന്ന ബാമ്പുവാണിത്. ഇതിന് ആവശ്യക്കാർ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം നല്ല നട്ട് കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവാണ്. ഭയങ്കര ഭംഗി. പോണിറ്റെയിലിൻ്റെ ബോൺസായി. ഇത് പോണിറ്റെയിലിൻ്റെ ബോൺസായി ആണിത്. ഇതിൻ്റെ വർഷം പറയുവാണെങ്കിൽ ഞെട്ടിപ്പോവും. 30 കൊല്ലം 40 കൊല്ലം പഴക്കമുള്ളതാണ്. 40 കൊല്ലം അടുത്ത് പഴക്കമുള്ളതാണ്. വേറെ സൈസാണ് ഇത് കേട്ടോ. ഇതിന് 35 കൊല്ലം മുകളിൽ പഴക്കമുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഓർപ്പാക്കി ഇതെങ്ങനെയാണ് വേറെ ഗാർഡനിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? ക്രെയിനാണ് ഇതെടുത്ത് കൊണ്ടുവന്നത് കേട്ടോ. അത് ഞാൻ ചോദിച്ചായിരുന്നു. ക്രെയിനാണ് കൊണ്ടുവന്നല്ലേ മോനെ? ട്രെയിനിൽ ലോഡ് ചെയ്യുകയാണ്. ക്രെയിന് ലോഡ് ചെയ്യുകയാണ്. ഒരു തൊട്ട ഡാമേജ് ഒന്നും പറ്റാതെ തന്നെ ഇത് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടുമുറ്റത്തേക്ക് തന്നെ ഭംഗിയായിട്ട് തന്നെ എത്തിക്കും. സ്മാർക്കിയ എന്ന് പറഞ്ഞ പാമ ഇതൊരു 35-40 കൊല്ലം പഴക്കം മുകളിലുള്ളതാണ്. ക്രെയിൻ ഉപയോഗിച്ചാണ് കേട്ടോ ഇത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം വിയറ്റ്നാമിൻ്റെ പോട്ടാ അല്ലേ? ഇതെല്ലാം വിയറ്റ്നാമിൻ്റെ സാൻഡ് ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പല സൈസിൽ ഡിഫറെൻറ്റ് ഷേപ്പിൽ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. അതല്ലേ? അതുപോലെ തന്നെ സെറാമിക് എല്ലാ മോഡൽസും അവൈലബിൾ ആണ്. സെറാമിക് എല്ലാ മോഡൽസും അല്ലേ? ഇതെല്ലാം ഇവിടെ നിന്ന് കുറച്ചൊക്കെ ഇവിടെ നിർമ്മിക്കുന്നതല്ലേ? സെറാമിക്കിൻ്റെ ഇവിടെ ഉണ്ടാക്കുന്നതാണോ? സെറാമിക് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഇത് വിയറ്റ്നാം എല്ലാം വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണ മോഡൽസ് ആണ്. അതല്ലേ? കൂട്ടുകാരെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നമ്മുടെ ഈ ഏരിയ മൊത്തം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ കൂട്ടുകാരാണ്. പേരെന്നോട് പറഞ്ഞു, റോക്കിയാണ്. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഐറ്റത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന റോക്കിക്ക് 1000 താങ്ക്സ്. ഓക്കെ, ബൈ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.